നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന് വേണ്ടിയുള്ള ബഹിരാകാശ സഞ്ചാരികളുടെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. മലയാളിയായ ബഹിരാകാശ യാത്രികൻ ഉൾപ്പെടെ 4 പേരാണ് ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അംഗദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ആ 4 പേർ. ഇതിൽ 3 പേരെയാണ് ഗഗൻയാൻ പേടകത്തിലേക്ക് ഇറങ്ങി ബഹിരാകാശത്തേക്ക് പോവുക. ബഹിരാകാശ സഞ്ചാരികളെ കാണുവാൻ സാധിച്ചതിലും അവരുമായി സംസാരിക്കാനായതിലും അവരെ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഈ 4 പേരുകൾ 4 മനുഷ്യന്മാർ മാത്രമല്ല, 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന 4 ശക്തികളാണ്. 40 വർഷങ്ങൾക്ക് ശേഷം ഭാരതീയൻ ബഹിരാകാശത്തേക്ക് പോവുകയാണ്. ഇത്തവണ സമയം നമ്മുടേതാണ്, കൗണ്ട് ഡൗൺ നമ്മുടേതാണ്, റോക്കറ്റും നമ്മുടേതാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 2021 റഷ്യയിൽ നിന്നുമുള്ള ഒരു വർഷത്തെ പരിശീലന പരിപാടി തിരഞ്ഞെടുക്കപ്പെട്ട ഈ 4 പേരും പൂർത്തിയാക്കിയത്. റഷ്യയുടെ റോസ്കോസ്മോസ് ബഹിരാകാശ ഏജൻസിയുടെ കീഴിലുള്ള ഗഗറിൻ കോസ്മനോട്ട് ട്രെയിനിങ് സെന്ററിലായിരുന്നു പരിശീലനം. 2020 ഫെബ്രുവരി 10 ആരംഭിച്ച പരിശീലനം കോവിഡ് വ്യാപനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും റഷ്യയുടെ വിക്ഷേപ സേവന സ്ഥാപനമായ ഗ്ലെവ്കോസ്മോസും തമ്മിൽ 2019 ജൂണിൽ ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായിട്ടാണ് ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റഷ്യയിൽ പരിശീലനം നൽകിയത്. തുടർന്ന് ഇന്ത്യയിലും പ്രത്യേക പരിശീലനം നൽകി. 2025 ഗഗൻയാൻ ദൗത്യം സാധ്യമാക്കുവാനാണ് ISRO ശ്രമിക്കുന്നത്. ഇത് വിജയമായാൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച് സുരക്ഷിതമായി തിരികെ എത്തിക്കുവാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമായുള്ള രാജ്യമായി ഇന്ത്യ മാറും. ബഹിരാകാശ രംഗത്ത് വലിയ ചുവടുവെപ്പാണ് ഇതിലൂടെ സാധ്യമാക്കുന്നത്. മാത്രമല്ല, ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ ബഹിരാകാശ സൂപ്പർ പവറായി രാജ്യം മാറും. സോവിയറ്റ് യൂണിയന്റെ റോക്കറ്റിലേറി ആദ്യമായിട്ടാണ് 1984 ഏപ്രിൽ 2 രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത്. അതിനുശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഗഗൻയാൻ ദൗത്യം. ഗഗൻയാൻ ദൗത്യത്തിനിടയിൽ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് പുറമെ 4 ജീവശാസ്ത്ര പരീക്ഷണങ്ങളും 2 ഫിസിക്കൽ പരീക്ഷണങ്ങളും ഈ പേടകത്തിൽ വെച്ച് ISRO നടത്തും. ബഹിരാകാശ യാത്രികരെ കയറ്റാതെ യഥാർത്ഥ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാഹചര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ആളില്ലാ ഗഗൻയാൻ പരീക്ഷണം ഈ വർഷം തന്നെ നടന്നേക്കും. യഥാർത്ഥ ദൗത്യത്തിന് മുന്നോടിയായുള്ള അവസാന പ്രധാന പരീക്ഷണം അതാണ്. ഇതിനോടൊപ്പം ബഹിരാകാശ യാത്രികരെ സഹായിക്കുവാനുള്ള വ്യോമമിത്ര റോബോട്ടുകളും ഈ ദൗത്യത്തിലുണ്ടാകും. ബഹിരാകാശത്തെ ഗുരുത്വമില്ലാത്ത സാഹചര്യം എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ദൗത്യത്തിൽ നിന്നും ISROയ്ക്ക് നേരിട്ട് ലഭിക്കും. 3 ദിവസത്തേക്ക് 400 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്നതാണ് ഗഗൻയാൻ ദൗത്യം. ബഹിരാകാശ യാത്രികർക്കുള്ള സ്പേസ് സ്യൂട്ടുകൾ, ഗഗൻയാൻ പേടകം ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന താപനില അതിജീവിക്കാനുള്ള സാങ്കേതിക വിദ്യ, പേടകത്തെ സുരക്ഷിതമായി ഇറക്കുവാനുള്ള പാരഷൂട്ട്, ഗഗൻയാൻ പേടകത്തിനുള്ളിലെ ലൈഫ് സപ്പോർട്ട് സംവിധാനം, വിക്ഷേപണത്തിനിടെ അപകടമുണ്ടായാൽ യാത്രികരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ശേഷി എന്നിവ ISRO സ്വയം വികസിപ്പിച്ചെടുത്തതായിട്ടാണ് അറിവ്. ISROയുടെ ശക്തിയേറിയ റോക്കറ്റായ GSLV Mark 3 റോക്കറ്റിനെ മനുഷ്യരെ വഹിക്കാൻ ശേഷിയുള്ളതാക്കി മാറ്റി പരിഷ്കരിച്ചിരുന്നു. ഇതിനെ ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഇതിന്റെ പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഗഗൻയാൻ ദൗത്യത്തിന്റെ പുരോഗതി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നതുമാണ്. ഇനി ചരിത്രമാണ് ഇന്ത്യ കുറിക്കാൻ പോകുന്നത്, മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിച്ചുള്ള ചരിത്രം.